ചായ് ഫോബിയ. ചെമ്മരണ്ടി കൊമ്പു കൊണ്ട് കണ്ണക്കൂണ കണ്ണുകെട്ട് സായിപ്പിന്റെ ലൈവില് കുറച്ച് പാട്ടുകളുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു പരിപാടിക്ക് മറ്റന്നാ ഒരു പരിപാടി ഉണ്ട് സായിപ്പിന്റെ കൂടെ എറണാകുളത്ത് വെച്ചിട്ട്. അപ്പൊ നമ്മൾ ഈ പരിപാടിക്ക് പോകുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു, സായിപ്പ് നീ ഇങ്ങനെ ഇരുന്ന് പഠിക്കുവോ പാട്ടൊക്കെ? എടാ അങ്ങനെ അല്ലടാ, ഞാൻ കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടിയിട്ട് പാട്ട് കേട്ടിങ്ങനെ ഇരിക്കുമ്പോ അതിങ്ങനെ കാണാതെ പഠിച്ചങ്ങ് പാടുന്നതാ. ലിറിക്സ് എനിക്ക് ഓർമ്മ വയ്ക്കത്തില്ല, അതുകൊണ്ട് ഞാൻ കൈ ചെയ്തിട്ട് വന്നു. എന്ത് പറയാനല്ലേ. എന്നാ നാളെ വന്നാ എനിക്ക് ഒരു അച്ഛനെ കണ്ടുപിടിച്ചു തരുമോ? പ്രണവ് NB മുത്തേ. ഉറപ്പായിട്ടും അവിടെ ബംഗാളികൾ കാണും, തമിഴന്മാര് കാണും. ഇതൊക്കെ അവനെ ചൊറിയാൻ വേണ്ടി ഇടുന്നതാ, മനസ്സിലായ? ചുമ്മാ അല്ലാതെ അച്ഛനെ കണ്ടുപിടിച്ചു തരുന്നൊക്കെ ആരെങ്കിലും ഇത് ഇടുവോ? തെലുങ്ക് കന്നഡയോളികൾ കാണും. നിനക്ക് ഏതെങ്കിലും ഒരു കുണ്ണയില്ലാത്തവനെ നിന്റെ മുഖമായിട്ട് സാമ്യമുള്ള ഏതെങ്കിലും ഒരു കുണ്ണനെ ഞാൻ നിനക്ക് അച്ഛനായിട്ട് കണ്ടുപിടിച്ചു തരും. എന്റെ വാക്കാ, സായിപ്പോപ്പിയുടെ വാക്കാണ്. പ്രണവ് NB തന്തയ്ക്ക് മുന്നുണ്ടായ തന്തയ്ക്ക് പറക്കാത്ത തന്ത വിളിച്ചിടാൻ മോനെ നിനക്ക്. നീ മേടിക്കേണ്ട മൊത്തം നിനക്ക് ഞാൻ കണ്ടുപിടിച്ചു തരും. അണ്ണൻ ഉണ്ടാമത്തെ നിന്റെ കൂടെ അണ്ണനുണ്ട്. അണ്ണൻ നിനക്ക് നാളെ ഒരു തന്തേനെ കണ്ടുപിടിച്ചു തരും. നിനക്ക് വേണേ തന്തയുടെ തന്തേനെ ഞാൻ കണ്ടുപിടിച്ചു തരും കേട്ടാ, പേടിക്കണ്ട. ഓക്കെ, അച്ഛനെ കണ്ടുപിടിച്ചിരുന്നൊക്കെ പറഞ്ഞ് ലൈവില് വരുന്നവന്മാരുടെ അടുത്ത് എന്ത് പറയാനല്ലേ ഇതിന് കൂടുതല്. നമ്മക്കൊരു ഗ്യാങ് തുടങ്ങിയാലോ തൊപ്പിനെ കണക്ക്? ഞാൻ നിങ്ങള് പക്കുഷോ ഒരു വീട്ടിനകത്ത്. ഞാൻ കുടുംബമായിട്ട് ജീവിക്കുന്ന ഉണ്ണയില്ലാത്തതല്ലേ. എന്ത് കാര്യം. എന്തൊക്കെ കേക്കണം ദൈവമേ. അയ്യോ കിടിലം ബ്രോ. എന്റെ ഫ്രണ്ടാണ്. അയ്യോ കിടിലോടെ നൈസറ അടിപൊളി. കൊച്ചിന്ന് കൊല്ലത്തേക്ക് വരുമ്പോൾ ട്രെയിനിൽ വെച്ചോണ്ടൊരു മോശം അനുഭവമാണ് ഞാൻ പറയണത്. സിനിമയിൽ മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടിട്ടുള്ളൂ, നേരിട്ട് ഇത് ആദ്യമായിട്ടാണ്. കുടുംബത്തോടെ യാത്ര ചെയ്യുമ്പോഴാണ് സംഭവം. ട്രെയിനിൽ ഒരാൾ കുടിച്ചിട്ട് കയ്യിൽ ബ്ലേഡുമായിട്ട് നടക്കുമായിരുന്നു. അടുത്തോടി പോയപ്പോഴും എല്ലാവരും പേടിച്ചു. ഒരു ചേച്ചിനെ ബ്ലേഡ് കാണിച്ച് പേടിപ്പിക്കാന്നൊക്കെ ചേച്ചി പെട്ടെന്ന് തന്നെ എഴുതി മാറുമായിരുന്നു. ചോദിക്കാൻ ചെല്ലുന്നവരുടെ നേരെ ബ്ലേഡ് വീശുന്നുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു കുട്ടികളൊക്കെ കൂടെ ഉള്ളതാണ് അവർ പേടിക്കുന്നത്. പറയുന്നത് നമ്മുടെ നേരം ബ്ലേഡ് കാണിച്ച്. പോലീസിനെ വിളിക്കാൻ നോക്കിയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. ശാസ്താംകോട്ട എത്തുന്നതിന് മുന്നേ ആയ സംഭവം. ചേട്ടന്മാർ നോട്ടിട്ട് വെച്ചേക്കായിരുന്നു ആൾക്കിട്ട് പണിയാനായിട്ട്. അതൊരു ചേട്ടൻ ശാസ്താംകോട്ട ഇറങ്ങുന്ന നേരം അയാളോട് എന്തൊക്കെയോ സംസാരിച്ച് ഡോറിൻ്റെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. സ്റ്റേഷൻ എത്തിയത് ഇറങ്ങുന്ന പോലെ അയാളെ കാണിച്ചിട്ട് പെട്ടെന്നായിരുന്നു കോളർ പിടിച്ച് താഴെ ഇട്ടെ. വെള്ളമടിച്ച വയറ്റി കിടക്കാം. ബ്ലേഡ് എടുത്ത് നാട്ടുകാരുടെ ഉണ്ടേക്കോട്ടോ. എന്തൊക്കെ തരം ആൾക്കാരല്ലേ. ബോക്സറാണ് പുള്ളി. ബോക്സറാണോ? ഓ, അവനെ അറിയാഞ്ഞിട്ട് അവൻ ഇച്ചിരി സീനാണ് ആണല്ലേ. എനിക്ക് ക്രിയേറ്റർ അല്ലോ ആണോ പുള്ളി? അല്ലല്ലോ. ഒരു നല്ല ഇതുണ്ട്, ബോഡി സ്ട്രക്ചർ ഉണ്ട്. ഇതുണ്ട് വെച്ച് പറ്റിക്കും. പുള്ളി ബോക്സറാണ്. അതെ 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 അതെ. കൊല്ലാണല്ലേ സ്ഥലം. അണ്ണാ ഈ ബ്ലഡ് കണ്ടില്ലെങ്കിൽ എനിക്ക് തല ഇറങ്ങുന്നു. എന്താ എഴുതി കാണിച്ച വാണിങ്? സം വ്യൂവേഴ്സ് മേ ഫൈൻഡ് ദ ഫോളോയിങ് വീഡിയോ ഡിസ്റ്റർബിംഗ്. ഒരു മെലഡിക്കകത്തൊക്കെ എങ്ങനെയാണ് നിനക്ക് ചെയ്യാൻ തോന്നിയത്? നിനക്ക് എങ്ങനെയാണ് ചെയ്യാൻ തോന്നിയത്? ദാഹത്തിൻ
നിനക്ക് എങ്ങനെ ചെയ്യാൻ തോന്നിയത്? ഇതൊക്കെ ആരടാ പടച്ചു വിടുന്നത്? ഡയലോഗ് വന്നത് പോലും ഇല്ലല്ലോ. എന്താ ഇങ്ങനെ? ഞങ്ങള് പാവങ്ങള തീ തുപ്പുന്ന ഫ്രീക്കിക്ക് കൊണ്ട് ഗോൾവലകൾ തുളയ്ക്കും. ആ ബോൾ ഗ്രൗണ്ടിലേക്ക് വെക്കുന്നതാണ്. ഈശോ പാണ്ടിക്കാരും പാറൂടെ വന്നതായിരിക്കും അല്ലേ? വേറെ കൂടെ ഉണ്ടായിരുന്നു. ഓഫീസ് എവിടെയാന്ന് പറഞ്ഞേ? സർക്കിൾ എന്ന് പറയും. ഫിലിപ്പിന്റെ പാറി അടുത്തായിട്ട് വരും. എടാ അത് ശരിക്കുള്ള ഡയലോഗ് ആണോടാ അത്? ഈ ഫിലിപ്പിന്റെ പറി ആണോ? ഡബ്ബ് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഞാൻ കൊറേ ഡബ് വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ അതിന്റെ. യെസ് ഉണ്ട് ഉണ്ട് ഉണ്ട്. അത് എന്തിനകത്ത് സിനിമയിലാണോ അത്? ഏത് സിറ്റി ഓഫ് ഗോഡ്? കേരള കഫേ? സിറ്റി ഓഫ് ഗോഡോ? എന്താ കേരള കഫേ മൂവി? സിറ്റി ഓഫ് എന്നാ പറയാനാ? ഇപ്പൊ എവിടെ എടാ അത് ആരാന്ന് അറിയോടാ രഘുലേ നിനക്ക്? കുതിരേനെ സൗണ്ട് ആര്? എടാ അത് ആരാന്ന് അറിയോ നിനക്ക് രഘുലേ? കുതിരയുടെ സൗണ്ടാ? അല്ലെ ഒരു കുതിരേന്റെ സൗണ്ട് ഇപ്പൊ എനിക്ക് കേട്ട്. അത് കുതിരയുടെ സൗണ്ട് അല്ല, ലാലു അലക്സ്. പുള്ളി മലയാളത്തിലൊരു വലിയ നടനാ. ഇവൻ മലയാള സിനിമ അറിഞ്ഞൂടാ, ഇവന് മലയാളം അറിഞ്ഞൂടാ. ഇവൻ മലയാളം കേരള തമിഴ്നാട് ബോർഡറാ, മനസ്സിലായ? ഇവന് മലയാളത്തിലുള്ള ഒരാളെ അറിഞ്ഞൂടാ സത്യം പറഞ്ഞ. അതിന്റെ ചോദ്യമാണ്. നാളെ അല്ലെങ്കിൽ രഘുല നിന്റെ ഫോട്ടോ ഒക്കെ വെച്ച് വരുവേ. ഒരു സംശയമില്ലേ? ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ കാണാൻ പറ്റില്ല. എന്റെ വീടിന്റെ പണിക്കുള്ള നല്ല ഒന്നാം തരം തേക്കിന്റെ കട്ടളയെ അവൻ കൊണ്ടുപോയത്. ഇത് മൂന്നാമത്തെ പ്രാവശ്യമാ. ഞാൻ കട്ടള വെക്കും, അവൻ കൊണ്ടുപോകും. ഞാൻ വെക്കും, അവൻ കൊണ്ടുപോകും. ഞാൻ വെക്കും, അവൻ കൊണ്ടുപോകും. എന്നാ പിന്നെ തനിക്ക് വെക്കാതിരുന്നൂടെ എന്ന് പറയാൻ നിങ്ങൾക്കത് പറയാം. എന്റെ ഭാര്യ രവികുമാരി ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് അറിയാവോ? ഗൾഫിൽ കിടന്നോ? പ്രശ്നമാവത്. നമുക്ക് എപ്പോഴും ജീവിതത്തിൽ വേണ്ടുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ നിങ്ങൾക്കത്? ഞാൻ ഈ മോട്ടിവേഷൻ ഒക്കെ നിർത്തിയ ആളാണേ. ഇപ്പം മോട്ടിവേഷൻ ഇല്ലേ? ഇപ്പൊ മോട്ടിവേഷൻ ഒന്നും ഇല്ലേ? താങ്ക് യു സോ മച്ച് 5 സബ്സ്ക്രിപ്ഷൻ. താങ്ക് യു സോ മച്ച്. ക്ഷമിക്കാനുള്ള കഴിവ്. അതായത് ഒരാളൊരു വാക്ക് പറഞ്ഞിട്ട് അത് പാലിക്കാൻ പറ്റിയില്ലെങ്കിലോ, അല്ലെങ്കിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്താലോ അത് ക്ഷമിച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോടെ കേൾക്കുമ്പോ എനിക്ക് എന്റെ മുമ്പിലേക്ക് പോകാനുള്ള ഒരു മനസ്സാണ് എല്ലാവർക്കും വേണ്ടുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ജീവിതത്തിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ ഉണ്ടാവും. സക്സസ്. എടാ താങ്ക് യു സോ മച്ച്. മീൻസ് ലോട്ടർ ഇത്ര എഫേർട്ട് എടുത്ത് ചെയ്തതിന് മോനെ താങ്ക് യുടാ. താങ്ക് യു. ഇതെന്തോ ഇത് മറ്റേ മൊബൈൽ ആപ്ലിക്കേഷൻ എന്തോ ഗ്രിഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഗ്രിഡ് വെച്ച് അസൈൻ ചെയ്യണ ആടാ. പക്ഷെ ബട്ട് സ്റ്റിൽ നല്ല ടാസ്ക് ഉള്ള പരിപാടിയാ, മനസ്സിലായേ?